ഫുക്കറ്റ്. തായ്ലാൻഡ് യാത്രയിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടാണ് ഫുക്കറ്റ്. അതിൻ്റെ കാരണം ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 3-4 ദിവസം മാത്രമുള്ള തായ്ലാൻഡ് യാത്രയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ബാങ്കോക്ക് ആൻഡ് പട്ടായ എല്ലാം ഒഴിവാക്കി ഫുക്കറ്റ് മാത്രം വന്നാൽ മതി. എല്ലാം കൊണ്ടും വെറുത്തായിരിക്കും ആ ഒരു യാത്ര. അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും ഷട്ടർബർഗ് എക്സ്പെഡീഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കോക്കിൽ നിന്നും ഫ്ലൈറ്റ് എടുത്ത് ഫുക്കറ്റ് എത്തിയതും അവിടെ നിന്നും ക്യാബ് ബുക്ക് ചെയ്ത് ഫുക്കറ്റിലെ സ്റ്റേ ചെയ്യുന്ന പ്ലേസിലെത്തിയത് വരെയുള്ള വിശേഷങ്ങൾ നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടു കാണും. ഫുക്കറ്റിൽ ഈ കാണുന്ന ഹോം സ്റ്റേയിലാണ് സ്റ്റേ ചെയ്തത്. ഫുക്കറ്റ് യാത്ര നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേ നിങ്ങൾ ധൈര്യമായി ചൂസ് ചെയ്തോളൂ. അത്രയ്ക്കും ഹൈജീനിക് ആയ എസ്തറ്റിക് ആയ ഒരു ബ്യൂട്ടിഫുൾ ഹോം സ്റ്റേ ആണ് കഫേ അറ്റ് ലവ് 22 എന്ന ഈ ഹോം സ്റ്റേ. അവിടെ ഉണ്ടായിരുന്ന ചേച്ചിയും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അടുത്ത ദിവസം ഫസ്റ്റ് പ്ലാൻ ബൈക്ക് റെന്റ് എടുക്കുക എന്നതായിരുന്നു. ബൈക്ക് റെന്റ് എടുക്കാൻ വേണ്ടി രാവിലെ തന്നെ ഇറങ്ങി. അതിന് ഗൂഗിളിൽ നോക്കി ഒരു പ്ലേസ് കണ്ടുപിടിച്ചാണ് പോയത്. അങ്ങനെ ഫുക്കറ്റ് സ്കൂട്ടർ റെന്റൽ എന്ന ഈ ഒരു പ്ലേസിൽ നിന്നാണ് സ്കൂട്ടർ റെന്റിന് എടുത്തത്. പക്ഷേ ഇത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല. നമ്മുടെ ഹോം സ്റ്റേയിൽ പറഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്ത് തന്നേനെ. അവരുടെ കയ്യിലുണ്ടായിരുന്നു. നമുക്കത് അറിയണ്ടായില്ല. അതുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, സ്കൂട്ടർ അന്വേഷിച്ച് അറിയേണ്ട കാര്യമില്ല. സ്കൂട്ടർ എടുത്ത ശേഷം നെക്സ്റ്റ് ഡേ നമുക്ക് പോകാനുള്ള ഐലാൻഡ് വിസിറ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയി. അങ്ങനെ അടുത്ത ദിവസത്തേക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കി അടുത്ത 2 ദിവസത്തേക്കുള്ള ഐലാൻഡ് ട്രിപ്പും ബുക്ക് ചെയ്ത ശേഷം നമ്മൾ ഇന്നത്തെ കറക്കം സ്റ്റാർട്ട് ചെയ്തു. ഐലാൻഡ് ട്രിപ്പിനെ കുറിച്ച് നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എല്ലാം ഹോം സ്റ്റേയിൽ ചോദിച്ചാൽ അവർ ക്ലിയർ ആക്കി തരും. ആദ്യം പോകുന്നത് ഫുക്കറ്റിലെ ബിഗ് ബുദ്ധ കാണാനാണ്. പോകുന്ന വഴി കണ്ട ഈ ഒരു റെസ്റ്റോറന്റിൽ കയറി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ബിഗ് ബുദ്ധ പോകുന്ന വഴി നമുക്ക് റോഡിൽ നിന്ന് തന്നെ മലമുകളിൽ ബിഗ് ബുദ്ധ സ്റ്റാച്യു കാണാൻ സാധിക്കും. അത്രയ്ക്കും വലുതാണ് ആ ഒരു നിർമ്മിതി. അങ്ങനെ അത്യാവശ്യം വലിയൊരു ഹൈ റേഞ്ച് റൈഡിന് ശേഷം നമ്മൾ ബിഗ് ബുദ്ധ ടെമ്പിൾ എത്തി. അത്യാവശ്യം ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ബിഗ് ബുദ്ധ ടെമ്പിൾ. പല രാജ്യക്കാരായ ഒരുപാട് ടൂറിസ്റ്റുകളെ നമുക്കിവിടെ കാണാം. കുറെ കുരങ്ങന്മാരും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് നിങ്ങളുടെ തിങ്സ് ഒക്കെ ഒന്ന് സൂക്ഷിക്കണം. 45 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. സമുദ്രനിരപ്പിൽ നിന്ന് 400 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലാൻഡ് സ്ലൈഡ് കാരണം ക്ലോസ് ചെയ്തിരുന്ന ബിഗ് ബുദ്ധ 2026 മാർച്ചിൽ റീ ഓപ്പൺ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ബിഗ് ബുദ്ധ ടെമ്പിൾ മാക്സിമം നടന്ന് കണ്ട ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ബിഗ് ബുദ്ധ ടെമ്പിൾ ഒരു ഹൈ റേഞ്ച് ഏരിയയിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം അഡ്വഞ്ചർ ആക്ടിവിറ്റീസും പോകുന്ന വഴിയിൽ നമുക്ക് കാണാം. അതുകൊണ്ട് സമയമുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് വന്നാൽ അത്യാവശ്യം ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് ബിഗ് ബുദ്ധയും കണ്ടു മടങ്ങാം. ഞങ്ങൾക്ക് പക്ഷേ വേറെ പ്ലാൻ ആയിരുന്നു. ഒരു ഫേമസ് ആയ ബീച്ച് ഡെസ്റ്റിനേഷൻ ആണ് നമ്മൾ പോകുന്നത്, മായ്ക്കാവ് ബീച്ച്. പേര് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ഫ്ലൈറ്റൊക്കെ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ തൊട്ടടുത്തുകൂടെ പോകുന്ന പിക്സ് ആൻഡ് വീഡിയോ എല്ലാം ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കാണും. അത് ഈ ഒരു ബീച്ചിൽ പോയാലാണ് കാണാൻ പറ്റുക. ബീച്ചിനോട് ചേർന്നാണ് എയർപോർട്ട് റൺവേ ഉള്ളത്. എന്ത് തന്നെയായാലും ആ വിസ്മയിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റി. മാത്രമല്ല നല്ല സ്വിമ്മിങ്ങിന് പറ്റിയ ബീച്ച് ആയതിനാൽ അവിടെ കുളിക്കുകയും ചെയ്തു. അങ്ങനെ നല്ലൊരു സൺസെറ്റും കണ്ട ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. നേരെ പോയത് വളരെ ഫേമസ് ആയ ഫുക്കറ്റിലെ പത്തോങ് ബീച്ചിലേക്കാണ്. പട്ടായ എല്ലാം ഒരുപാട് ഓവർ റൈറ്റഡ് ആണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അത്രയ്ക്കും വൈബ് സ്ഥലം. ഫുൾ പാർട്ടി, സ്ട്രിപ്പ് ക്ലബ്സ്, DJ, അങ്ങനെ ബാങ്കോക്കിലും പട്ടായയിലും കണ്ട എല്ലാം നമുക്ക് ഇവിടെ ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാം. പത്തോങ് ബീച്ചിലെ വാക്കിംഗ് സ്ട്രീറ്റിൽ അങ്ങനെ കുറച്ചു നേരം നടന്നു. നാളെ ജെയിംസ് ബോണ്ട് ഐലാൻഡ് വിസിറ്റിന് ശേഷം ഇവിടെ വന്ന് മസാജിന് കയറണമെന്ന് പ്ലാൻ ഇട്ട് തിരിച്ച് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് പോയി. രാവിലെ തന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ വണ്ടി വന്നു. ഐലാൻഡ് വിസിറ്റിൽ ഹോം സ്റ്റേ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഐലാൻഡ് യാത്ര തുടങ്ങുന്ന സ്പോട്ടിലേക്ക് പോയി. അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം അവർ തരും. സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസിന്റെ കൂടെ സേഫ്റ്റിക്ക് ആവശ്യമായ ഐറ്റംസ് വാങ്ങാൻ അവർ പറയും. എല്ലാം അവിടെ തന്നെ അവർ സെറ്റ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് വാങ്ങാതിരിക്കാം, അത് നമ്മുടെ ചോയ്സ് ആണ്. അത്യാവശ്യം നല്ല പോലെ ഓരോ ഇൻസിഡൻസ് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കാലിലിടുന്ന ചപ്പൽ പോലത്തെ ഐറ്റം മാത്രം വാങ്ങി. അങ്ങനെ യാത്ര തുടങ്ങി. ഇന്ന് പോകുന്നത് ജെയിംസ് ബോണ്ട് ഐലാൻഡ് ട്രിപ്പിനാണ്. ബോട്ടിൽ നമ്മളെ കൂടാതെ വേറെയും ആളുകളുണ്ട്. ആദ്യം പോയത് ജെയിംസ് ബോണ്ട് ഐലാൻഡിനടുത്തുള്ള മറ്റൊരു ഐലാൻഡിൽ കേവ് എക്സ്പ്ലോറേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. കേവ് എക്സ്പ്ലോറേഷൻ നല്ല അഡ്വഞ്ചർ പരിപാടിയായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, നല്ല സ്ലിപ്പറി ആയിരുന്നു കേവിന്റെ ഉൾഭാഗം. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വീഴുമ്പോൾ വല്ല പാറയിലും തല അടിച്ചാൽ തീരുമാനമാവും. അതുകൊണ്ട് നല്ല പോലെ കെയർഫുൾ ആയിട്ട് നടക്കണം. എത്ര കെയർഫുൾ ആയി നടന്നാലും സ്ലിപ്പറി ആവുകയും ചെയ്യും. എന്തായാലും തിരിച്ച് ബോട്ടിലെത്തിയപ്പോഴാണ് സമാധാനമായത്. കേവിന്റെ ഉള്ളിൽ വെള്ളം കയറുന്ന ടൈമിലെ ഇത്ര പ്രശ്നമുള്ളൂ എന്ന് തോന്നുന്നു. അല്ലാത്തപ്പോൾ ഇത്ര റിസ്ക് ഉണ്ടാവില്ല. എന്തായാലും ചപ്പൽ വാങ്ങിയത് നന്നായി. അങ്ങനെ ആ കേവ് ഉള്ള ഐലാൻഡ് അത്യാവശ്യം നല്ലപോലെ നടന്നു കണ്ട ശേഷം അവിടെ അടുത്ത് തന്നെ നമുക്ക് വേണ്ടി ഒരു വാട്ടർ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. കയാക്കിംഗ് ആണ് ആക്ടിവിറ്റി. കയാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളല്ല കയാക്ക് തുഴയുന്നത്, നമ്മുടെ കൂടെ അവരുടെ ആളുകളുണ്ട്. ആള് തുഴയും, നമുക്ക് കൂടെ കയാക്കിലിരുന്ന് ലാൻഡ്സ്കേപ്സ് എൻജോയ് ചെയ്യാം. ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ മനോഹരമാണ് ഓരോ കാഴ്ചയും. എമറാൾഡ് ഗ്രീൻ കളറാണ് അവിടുത്തെ വെള്ളത്തിന്. കൂടാതെ കയാക്കും കൊണ്ട് നമ്മൾ കേവിന്റെ ഉള്ളിലേക്കെല്ലാം കയറും. നമ്മൾ ചോദിച്ചാൽ കയാക്ക് നമുക്ക് തുഴയാനും അവർ തരും. കേവ് എക്സ്പ്ലോറേഷൻ അഡ്വഞ്ചർ ആക്ടിവിറ്റി ആയിരുന്നെങ്കിൽ കയാക്കിംഗ് നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ ശേഷം അടുത്തത് നമ്മുടെ മെയിൻ സ്പോട്ടായ ജെയിംസ് ബോണ്ട് ഐലാൻഡിലേക്ക്. 1974 റിലീസായ ദ മാൻ വിത്ത് ഗോൾഡൻ ഗൺ എന്ന ജെയിംസ് ബോണ്ട് മൂവിയിൽ ഈ ലൊക്കേഷൻ വന്നതിന് ശേഷമാണ് ഇവിടെ ഫേമസ് ആകുന്നത്. അതുകൊണ്ടാണ് ഇതിന് ജെയിംസ് ബോണ്ട് ഐലാൻഡ് എന്ന പേര് വരാൻ കാരണം.
അവിടെ നിന്ന് കാണുന്ന ടോൾ ആൻഡ് തിൻ റോക്കാണ് ജെയിംസ് ബോണ്ട് മൂവിയിൽ വന്നിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഒരു ഷേപ്പ് ആയതിനാൽ നെയിൽ ഐലാൻഡ് എന്നും ഇത് അറിയപ്പെടാറുണ്ട്. എന്തായാലും ബ്യൂട്ടിഫുൾ ആയ ഒരു ഡെസ്റ്റിനേഷൻ ആണ് ജെയിംസ് ബോണ്ട് ഐലാൻഡ്. ജെയിംസ് ബോണ്ട് ഐലാൻഡിന്റെ ഒറിജിനൽ നെയിമായ കാവോഫിംഗ് ഐലാൻഡ് ബോർഡ് വെച്ച ഒരു കേവ് എൻട്രൻസ് പോലെ ഒരു ഏരിയ നമുക്ക് അവിടെ കാണാം. അങ്ങനെ ഐലാൻഡ് നല്ലപോലെ നടന്നു കണ്ടു. ഇത്രയുമാണ് ജെയിംസ് ബോണ്ട് ഐലാൻഡിന്റെ കാഴ്ചകൾ. അതിനുശേഷം നമ്മൾ പോയത് ലഞ്ച് കഴിക്കാനാണ്. അതിനായി ഈ ഒരു പ്ലേസിലേക്കാണ് വന്നത്. ഇതൊരു ഐലൻഡായി തോന്നിയില്ല. വെള്ളത്തിന് മുകളിൽ പണിത വാട്ടർ വില്ലാസ് പോലെയാണ് തോന്നിയത്. അവിടെ നമ്മളെ ഡ്രോപ്പ് ചെയ്തു. നമുക്ക് വേണ്ട ഫുഡ്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. പാക്കേജിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ലഞ്ച് കഴിച്ച് ആ സ്പോട്ടിന്റെ കുറച്ച് വിഷ്വൽസ് എല്ലാം എടുത്ത ശേഷം ആ യാത്രയിലെ ഫൈനൽ സ്പോട്ടിലേക്ക് നമ്മൾ യാത്ര തിരിച്ചു. ജെയിംസ് ബോണ്ട് ഐലാൻഡിനോട് അടുത്ത് തന്നെയായിട്ടുള്ള ഒരു ഐലാൻഡ് ആയിരുന്നു അത്. മെയിനായി അവിടേക്ക് പോകുന്നതിന്റെ റീസൺ ബീച്ചിൽ കുളിക്കാനും വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ വേണ്ടിയാണ്. സേഫ് ബീച്ച് ആയതുകൊണ്ട് തന്നെ ധൈര്യമായി അവിടെ കുളിക്കാം. അങ്ങനെ ജെയിംസ് ബോണ്ട് ഐലാൻഡ് ജേണി ആ ഒരു ഡെസ്റ്റിനേഷനോട് കൂടി അവസാനിച്ചു. റിട്ടേൺ എത്തിയപ്പോൾ കടലൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുന്നത് കണ്ടു. അതവിടെ നോർമൽ ആണെന്ന് അറിയാൻ കഴിഞ്ഞു. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു ഐലാൻഡ് വിസിറ്റ്. അതുകൊണ്ട് നല്ലപോലെ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ വണ്ടിയിൽ കയറ്റി നമ്മുടെ ഹോം സ്റ്റേയിൽ കൊണ്ടാക്കി. നല്ലപോലെ ടയേർഡായിരുന്നു. കുറച്ചു നേരം റെസ്റ്റ് എടുത്ത ശേഷം ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ പത്തോങ് ബീച്ചിൽ പോയി. വാക്കിംഗ് സ്ട്രീറ്റിൽ കുറച്ചു നേരം നടന്ന് കാഴ്ചകൾ കണ്ട ശേഷം മസാജിന് കയറി. മസാജോടുകൂടി ആ ഡേ അവസാനിച്ചു. ഫിഫി ഐലാൻഡ്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് വണ്ടി വന്നു. നമ്മളെ സ്പോട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പതിവ് പോലെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നതിന് ശേഷം യാത്ര തുടങ്ങി. കുറെ ആളുകൾ പല പാക്കേജ് എടുത്ത് വരുന്നതുകൊണ്ട് നമ്മുടെ ടീമിലുള്ളവരെ ഐഡന്റിഫൈ ചെയ്യാനാണ് ഈ ബാൻഡ് കയ്യിലിടാൻ തരുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം പോയത് ഒരു കിടിലൻ വാട്ടർ ആക്ടിവിറ്റി ചെയ്യാനാണ്. അതിനായി ഗ്രീൻ വാട്ടറിന് ചുറ്റും നല്ല ഗ്രീൻ ഐലാൻഡ് ഹിൽസ് ഉള്ള ഈ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ വന്നത്. പൈൽ ലഗൂൺ എന്നാണ് ഈ ഒരു സ്പോട്ട് അറിയപ്പെടുന്നത്. ഇവിടെ പാക്കേജ് നമ്മൾ എടുത്തനുസരിച്ച് പല ആക്ടിവിറ്റീസും ആളുകൾ ചെയ്യുന്നുണ്ട്. അതായത് സ്നോക്ലിംഗ്, കയാക്കിംഗ് പോലെയുള്ള ആക്ടിവിറ്റീസ്. നമുക്ക് സ്നോക്ലിംഗ് ചെയ്യാനായി അവിടെ ബോട്ട് നിർത്തി. അവിടെ ഡെപ്ത് കുറവായ സ്പോട്ടുമാണ്. അതുകൊണ്ട് നമുക്ക് ബോട്ടിൽ നിന്ന് വെള്ളത്തിൽ ഇറങ്ങി നല്ല ഗ്രീൻ കളർ വെള്ളത്തിൽ കുളിച്ച് സ്നോക്ലിംഗ് ചെയ്ത് വെള്ളത്തിലെ കാഴ്ചകളെല്ലാം കാണാം. അതൊരു ബ്യൂട്ടിഫുൾ ആയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അത്രയും സീനിക്കായ ലൊക്കേഷനിൽ നിന്നുകൊണ്ട് ലൈഫിൽ ആദ്യമായി സ്നോക്ലിംഗ് പോലെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അവിടെ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്ത ശേഷം ഫേമസ് ആയ മായ ബേ കാണാനായിരുന്നു പോയത്. മായ ബേ ആക്ച്വലി ഫുക്കറ്റിലല്ല, ഫിഫിലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫിഫി ഐലാൻഡ് ട്രിപ്പ് എന്നാണ് ഈ ട്രിപ്പിന് പറയുക. ഫുക്കറ്റിൽ നിന്നും അപ്രോക്സിമേറ്റ്ലി 2 hours മേലെ ട്രാവൽ ചെയ്താണ് ഇവിടെ എത്തുക. അങ്ങനെ ഡെസ്റ്റിനേഷനിലെത്തി. നല്ല പോലെ ക്രൗഡ് ആയിരുന്നു. എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ആ പ്ലേസിന്റെ ഭംഗി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഐലാൻഡിൽ കുറച്ചു ദൂരം നടന്ന് ഫേമസ് ആയ മായ ബേയിലെത്തി. ലിയനാർഡോ ഡികാപ്രിയോയുടെ ദി ബീച്ച് എന്ന മൂവിയിൽ നമുക്ക് ഈ ബീച്ച് കാണാൻ സാധിക്കും. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും ബീച്ചിന് ചുറ്റുമായി ലൈംസ്റ്റോൺ ക്ലിഫുകളും കൂടാതെ സോഫ്റ്റ് ആയ സാൻഡുള്ള ബീച്ചാണ് മായ ബേ. അവിടെ എത്തിയാൽ നമുക്ക് തിരിച്ചു പോരാൻ തോന്നില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയ പ്ലേസ് ആണ്. അവിടെ സ്വിമ്മിങ് അലൗഡ് അല്ല. അതുപോലെ ബോട്ട് ഡയറക്റ്റ് ഈ ഒരു ബീച്ചിലേക്ക് വരില്ല. അതുകൊണ്ട് ബോട്ട് ഐലാൻഡിന്റെ ബാക്ക് സൈഡിൽ നിർത്തി നടന്നിട്ടാണ് ഇങ്ങോട്ട് വരിക. എന്തായാലും മായ ബേ കാണാൻ പറ്റിയത് എന്നെ ഒരുപാട് ഹാപ്പി ആക്കി. അതിനുശേഷം പോയത് ഡീപ്പ് വാട്ടർ സ്നോക്ലിങ്ങിന് വേണ്ടിയായിരുന്നു. നേരത്തെ നമ്മൾ അധികം ഡെപ്ത് ഇല്ലാത്ത സ്പോട്ടിലായിരുന്നു സ്നോക്ലിംഗ് ചെയ്തത്. അടുത്തത് നല്ല ഡെപ്ത് ഉള്ള കടലിൽ നല്ല ഗ്രീൻ വാട്ടറിലാണ് സ്നോക്ലിംഗ് ചെയ്തത്. അതിനായി സേഫായ ഒരു സ്നോക്ലിംഗ് സ്പോട്ടിൽ അവർ ബോട്ട് നിർത്തി തരും. സ്നോക്ലിംഗ് ചെയ്യാൻ വേണ്ട ലൈഫ് ജാക്കറ്റ്, ഗോഗിൾസ് പോലെയുള്ള ഗിയേഴ്സും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സ്വിമ്മിംഗ് അറിയാത്ത തന്നെ പോലെയുള്ളവർക്ക് ഒരു അഡ്വഞ്ചറും എക്സൈറ്റിംഗുമായ ആക്ടിവിറ്റി ആയിരുന്നു ഡീപ്പ് വാട്ടർ സ്നോക്ലിംഗ്. അതുകൊണ്ട് തന്നെ അത് നല്ലപോലെ എൻജോയ് ചെയ്യാനും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ലഞ്ച് കഴിക്കാനായി നമ്മൾ ഫിഫി ഡോൺ ഐലാൻഡിലേക്ക് പോയി. അവിടെയാണ് നമുക്ക് വേണ്ട ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കുറച്ച് ടൈം ബീച്ചിൽ റെസ്റ്റ് എടുത്ത ശേഷം നമ്മുടെ ആ ദിവസത്തെ ഫൈനൽ സ്പോട്ടിലേക്ക് നമ്മൾ പോയി. ചിൽ ചെയ്യാനും റിലാക്സിങ്ങിനും വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതിനുവേണ്ട ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. അത്യാവശ്യം ക്രൗഡഡ് ആണെങ്കിലും അത് നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് സേഫായി സ്വിം ചെയ്യാനും കുളിക്കാനും ഒക്കെ വേണ്ടിയാണ് ഈ ഒരു സ്പോട്ട് ഫൈനൽ സ്പോട്ടാക്കി അവർ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. നല്ല വൈറ്റ് പൗഡർ പോലെയുള്ള സാൻഡാണ് ഇവിടെ ഉള്ളത്. കൂടാതെ ക്ലിയർ ബ്ലൂ വാട്ടറും. അതുകൊണ്ട് നന്നായി കുളിക്കാനും ബീച്ചിൽ റിലാക്സ് ചെയ്യാനും പറ്റി. മാത്രമല്ല നല്ല ബ്യൂട്ടിഫുൾ ആയ സൺസെറ്റ് കണ്ടുകൊണ്ട് ആ യാത്ര വൈൻഡപ്പ് ചെയ്യാനും സാധിച്ചു. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സൺസെറ്റ് ആയിരുന്നു അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം ഒരു ലോങ് ബോട്ട് റൈഡിന്റെ അവസാനം നമ്മൾ ഫുക്കറ്റിൽ തിരിച്ചെത്തി. ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു അത്. തിരിച്ച് നമ്മളെ പിക്ക് ചെയ്ത സെയിം വണ്ടിയിൽ നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ അവർ കൊണ്ടുപോയി. നല്ല കിടിലൻ വണ്ടികളായിരുന്നു നമ്മളെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും വന്നത്. എല്ലാം കൊണ്ടും വെറുത്തായി 2 ദിവസങ്ങൾ. അതുകൊണ്ട് ഫുക്കറ്റ് ഒരു ഓപ്ഷനല്ല, മസ്റ്റായും തായ്ലാൻഡ് യാത്രയിൽ നിങ്ങൾ പോകേണ്ട പ്ലേസ് ആണ്. മുമ്പ് പറഞ്ഞ പോലെ എന്റെ തായ്ലാൻഡ് യാത്രയിലെ ഫേവറേറ്റ് സ്പോട്ടാണ് ഫുക്കറ്റ്. റൂമിലെത്തി ഉറങ്ങി നേരത്തെ എണീറ്റു. കാരണം ഇന്നാണ് നമ്മൾ ക്രാബി പോകുന്നത്. അതിനായി ഏർലി മോർണിംഗ് ക്രാബിയിലേക്കുള്ള ബസ് പിടിക്കാൻ ഫുക്കറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അപ്പോൾ ക്രാബി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.